ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ബ്രെഡാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ബ്രെഡാണ് ഗാർലിക് ബ്രെഡ്. അതെങ്ങനെ വളരെ സിമ്പിളായിട്ടും എത്ര പെട്ടെന്നും ഉണ്ടാക്കാമെന്ന്, വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് വാം മിൽക്ക് ഒഴിക്കാം. ചെറിയ ചൂടുപാൽ, ഒരുപാട് തിളച്ച് പോകരുത്. 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കപ്പിന് 3 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കാം. നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉരുക്കിയ ബട്ടറാണ് ഞാൻ ഒഴിക്കുന്നത്. 3 ടേബിൾ സ്പൂണ് ഒഴിക്കുവാണ്. ഒരു ടീസ്പൂൺ ഗാർലിക്ക് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണ്. ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നല്ലപോലെ ഇത് അരച്ച് ഇട്ടാലും മതി. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അല്പം മൈദ നമുക്ക് വിതറി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുത്തു. എത്രമാത്രം നമ്മൾ കുഴയ്ക്കുന്നു അത്രമാത്രം സോഫ്റ്റ്നെസ് ഉണ്ടാകും ഇതിനകത്ത്. ഞാനൊരു 7-8 മിനിറ്റ് ഇത് കുഴച്ചു. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കുഴച്ച പാത്രത്തിലേക്ക് അല്പം ബട്ടർ ഇടുകയാണ്. അതിലേക്ക് നമ്മുടെ മാവ് എടുത്ത് വെക്കാം. ഇതിൻ്റെ മുകളിലും അല്പം ബട്ടർ പുരട്ടി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് പുരട്ടി നമുക്ക് ഇതുപോലെ ആക്കി വെക്കാം. ഒരു ടവലും ഉണ്ട്, നമുക്കിത് മൂടി വെക്കാം. ഇത് ഇനി ഡബിളായിട്ട് വരണം. അതായത് തണുപ്പ് സമയമാണെങ്കിൽ ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും. ചൂട് സമയമാണെങ്കിൽ 1-1.5 മണിക്കൂർ കൊണ്ട് ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. ഇത് ഡബിളായിട്ട് പൊങ്ങി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇത് പ്രൂവ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂറായി. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഡബിളായി. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ഒന്ന് പോക്കാം. ഇതിലേക്ക് അല്പം മൈദ നമുക്ക് വിതറി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇടാം. പ്രസ് ചെയ്ത് കൊടുക്കാം.
നമുക്കിത് രണ്ടായിട്ട് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ 2 ബോൾ ഉണ്ടാക്കാം. നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കാം. നമ്മളൊരു റൗണ്ട് പരത്തി കുക്കിംഗ് ട്രേ നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാം. ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണയായാലും മതി. ഞാൻ ബട്ടർ ഉപയോഗിച്ച സ്ഥാനത്ത് നിങ്ങൾക്ക് ഒലിവ് ഓയിലോ എണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ ഗ്രീസ് ചെയ്തു ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗാർലിക്കിലോട്ട് കുറച്ച് ബട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 സ്പൂണോളം ബട്ടറാണ് ഞാൻ ഒഴിച്ചത്. അതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് മതി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തു. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം. എല്ലായിടവും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്കും ബട്ടറും എല്ലായിടവും പോകണം. ഇതിന് മുകളിലേക്ക് അല്പം മല്ലിയില നമുക്ക് വിതറി കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരം പാഴ്സ്ലി ആയാലും മതി, ഡ്രൈ പാഴ്സ്ലി ഉണ്ടെങ്കിലും മതി. ഇനി നമുക്ക് നല്ലതുപോലെ സ്പ്രിംഗ് ഓണിയൻ വിതറി കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ നല്ലതുപോലെ വിതറുക. ഗാർലിക്കും സ്പ്രിംഗ് ഓണിയനും ബട്ടറും കൂടെ ചേരുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഗാർലിക് ബ്രെഡ് വളരെ ടേസ്റ്റിയാണിത്. ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ ഡോയും നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ അരുവിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. സൈഡെല്ലാം നല്ലപോലെ ലോക്ക് ചെയ്യുക. ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതേ ആകൃതിയിൽ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് നമുക്ക് നല്ലൊരു ഷേപ്പ് കൊടുക്കാം. അങ്ങനെയെല്ലാം നല്ല ഷേപ്പ് കൊടുത്തു. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റത്തേക്ക് ഇതൊന്ന് ഒരു ടവൽ കൊണ്ട് അടച്ചു വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബ്രെഡ് നല്ലതുപോലെ പ്രൂവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട നല്ലതുപോലെ അടിച്ച് നമുക്ക് ഇത് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. മല്ലിയില നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇടകളിൽ ഇട്ടു കൊടുക്കാം. ഓണിയനും നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 to 25 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്യാം. നമുക്കിനിയും ഓവനിലേക്ക് വെച്ച് കൊടുക്കാം.
ബ്രെഡ് തണുത്തു. ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കട്ട് ചെയ്യാം. നല്ല ഗാർലിക്കിൻ്റെയും ഓണിയൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്. ആ സ്പ്രിംഗ് ഓണിയൻ്റെയും കൂടെ ചേർത്തുള്ള. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ്. നിങ്ങളെ മുറിച്ച് കാണിക്കാം. വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇനി നിങ്ങൾ ആരും കടയിൽ പോയി ഗാർലിക് ബ്രെഡ് വാങ്ങിക്കേണ്ട കാര്യമില്ല. എല്ലാവരും റെസിപ്പി കണ്ടുവല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.